ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആനിമി സീരീസ് ആയിരുന്നു നമ്മുടെ സാക്കോമോട്ടോ ഡേയ്സ്. സോളോ ലെവലിംഗ് പോലത്തെ മേജറുള്ള ആനിമി സീരീസ് ഉണ്ടെങ്കിലും എന്റെ കണ്ണ് സാക്കോമോട്ടോ ഡേയ്സിലായിരുന്നു. 2022 അവസാനമാണ് സാക്കോമോട്ടോ ഡേയ്സ് എന്ന് പറയുന്ന ഒരു മാങ്ക എന്റെ കണ്ണിൽ പെടുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഈ ഒരു ആനിമി സീരീസ്. ഈ ലോകത്തിലെ തന്നെ ലെജൻഡറി അസാസിൻ അല്ലെങ്കിൽ ലെജൻഡറി ഹിറ്റ്മാൻ ആയിട്ടുള്ള സാക്കോമോട്ടോനെ കുറിച്ചാണ് ഇത് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ദി ബെസ്റ്റ് പാർട്ട് എന്തുവാന്ന് വെച്ചാൽ പുള്ളിക്കാൻ ഇപ്പോൾ നിലവിൽ റിട്ടയർ ആണ്. വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന പുള്ളിക്കാന്റെ റിട്ടയർ ജീവിത കാലഘട്ടത്തിലേക്ക് വരുന്ന കുറച്ചധികം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഈ സീരീസ് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് യൂണിക് ആയുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സീരീസ് മികച്ച ഒരു റെക്കമെൻഡേഷൻ തന്നെയായിരിക്കും. അതേപോലെ നമ്മുടെ ജോൺ വിക് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു സീരീസ് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഈ അസാസിൻസ് ഒക്കെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ വെപ്പൺ ആണെന്ന് പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇവരെങ്ങനെയാണ് വെപ്പൺസ് ആക്കി മാറ്റുന്നത്, അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഈ സീരീസ് നന്നായിട്ട് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ഒരു സീരീസ് അങ്ങനെ റിലീസ് ആയിട്ടുള്ളത്. ഓൾറെഡി 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാത്തിരുന്ന പോലെ തന്നെ ഇറ്റ് വാസ് ടു ഗുഡ്. ഒട്ടും മോശമല്ല, എന്നാൽ അത് ഒട്ടും ഓവർ ആക്കിയിട്ടില്ല. ഈ ഒരു സീസണിൽ 11 എപ്പിസോഡാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഓൾറെഡി 2 എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലായിരിക്കും ബാക്കി ഇറങ്ങാതിരിക്കുന്ന എപ്പിസോഡ് റിലീസ് ആകുന്നതും. എന്തായാലും സാക്കോമോട്ടോ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു സീരീസ് കൂടെ ഇവിടെ റെക്കമെൻഡ് ചെയ്യാം. ഇതൊരു ആനിമി സീരീസ് അല്ല, പകരം ഒരു മാൻഹോ സീരീസ് ആണ്. ഇതും ഒരു ലെജൻഡറി ഹിറ്റ്മാന്റെ കഥ തന്നെയാണ്. പക്ഷേ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. എന്നാൽ നല്ല കിഡിലെ സ്റ്റോറിയും കിഡിലെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് ഒക്കെയാണ്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. സാക്കോമോട്ടോ ഡേയ്സ് എന്ന് പറയുന്ന സീരീസ് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അതേപോലെ തന്നെ കാണാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. എന്നിട്ട് നമ്മുടെ പേജും അതേപോലെ സാക്കോമോട്ടോ ഡേയ്സും ഒരുമിച്ച് റെക്കമെൻഡ് ചെയ്തേക്ക്.